നട്ടി ബബിൾ കേക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ ക്രീമൊക്കെ നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്ത് ആദ്യം തന്നെ മാറ്റി ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ കമഴ്ത്തിയാലൊന്നും വീഴുന്നില്ല. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ട്രേ സെറ്റ് ചെയ്യാം. അത് ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഓയിലൊക്കെ ഗ്രീസ് ചെയ്ത് അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. 1 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 പിഞ്ച് സോൾട്ട്, പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ ബൂസ്റ്റിൻ്റെ പൗഡർ കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതും കൂടി കൂട്ടി നമുക്കൊരു 3 തവണ അരിച്ച് എടുക്കാം. ഇതൊരു 3 തവണയെങ്കിലും അരിച്ചെടുക്കുന്നതാണ് നല്ലത്. ഇത് കേക്കിന് നല്ല ഹൈറ്റ് കിട്ടാനും നല്ല ഫ്ലഫി സ്പഞ്ചി ആവാനൊക്കെ ഈ അരിച്ചെടുക്കുന്നത് നമുക്ക് ഉപകാരം ചെയ്യും. ഇത് നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് ഈ കേക്കിനകത്തേക്ക് കുറച്ച് ബൂസ്റ്റ് ആൻഡ് മിൽക്കിൻ്റെ മിക്സ് വേണം. അതിനകത്ത് ഒരു 2 ടേബിൾ സ്പൂൺ ചൂടുള്ള പാലും 1 ടീസ്പൂൺ ബൂസ്റ്റിൻ്റെ പൗഡറും കൂടി മിക്സ് ചെയ്ത് നമുക്കിത് മാറ്റി വെക്കാം. ഇത് മാറ്റി വെക്കുമ്പോഴത്തേക്കും തണുത്തോളും. ഇനി നമുക്കൊരു 4 മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. അതിനകത്തേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1/4 കപ്പ് ഓയിലും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് ഇട്ടിട്ട് വേണം നമുക്കിത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഫോൾഡ് ചെയ്തെടുക്കാൻ. ഇത് ഓവർ ബീറ്റ് ചെയ്യണ്ട. ഓവർ ബീറ്റ് ആവാതെ അതിൻ്റെ ആ മാവിൻ്റെ മുട്ട ബീറ്റ് ചെയ്തതിൻ്റെയൊക്കെ ഫ്ലഫിനെസ് പോവാത്ത രീതിയിൽ വേണം നമ്മളിത് പൊടി ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാൻ. ഇതെല്ലാം മിക്സ് ആയതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള മിൽക്ക് ആൻഡ് ബൂസ്റ്റിൻ്റെ മിക്സും കൂടി അത് തണുത്തിട്ടുണ്ടാവും, അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം റൂം ടെമ്പറേച്ചറിലാവണം. അതുകൊണ്ടാണ് ചൂടൊക്കെ പോയിട്ട് വേണം നമ്മളിത് ചെയ്യാൻ, ശ്രദ്ധിച്ച് ചെയ്യണം. അതും കൂടി ആഡ് ചെയ്ത് നമുക്ക് കേക്ക് ട്രേയിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ട്രേയിൽ ഒഴിച്ചതിന് ശേഷം നമ്മളിത് നന്നായിട്ട് ടാപ്പ് ചെയ്യണം. അതിൻ്റെ എയർ ബബിൾസൊക്കെ പോയി. ഞാനൊരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്കാണ് ഇത് വെക്കുന്നത്. ഒരു 170 ഡിഗ്രിയിൽ ഒരു 40 to 45 മിനിറ്റ്സ് ഞാനിത് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്കിവിടെ സോക്ക് ചെയ്യാനുള്ള മിൽക്ക് റെഡിയാക്കാം. അതൊരു 1/4 കപ്പ് മിൽക്കിനകത്തേക്ക് ഞാനൊരു പാക്കറ്റ് ബൂസ്റ്റിൻ്റെ പൗഡറും കൂടി മിക്സ് ചെയ്ത് കുറച്ച് ഷുഗറും കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇത് ചൂടുള്ള പാലിന് വേണം. ബൂസ്റ്റ് ഇല്ലെങ്കിൽ കട്ടയായി പോകും. അതും റൂം ടെമ്പറേച്ചറിലാകുന്നവരെ നമുക്ക് മാറ്റി വെക്കാം. കുറച്ച് നട്ട്സും കൂടി ഞാനിവിടെ റെഡിയാക്കി വെക്കുന്നുണ്ട്. കേക്കൊക്കെ അടിപൊളിയായി വന്നിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് വെച്ചതിന് ശേഷം നമുക്കിത് ഡിമോൾഡ് ചെയ്തെടുക്കാം. തണുത്തതിന് ശേഷം ഡിമോൾഡ് ചെയ്ത് കട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് ഈക്വൽ ഷേപ്പായിട്ട് കട്ട് ചെയ്യാനൊക്കെ പറ്റും. കേക്ക് തണുത്തതിന് ശേഷം കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല സ്പഞ്ചി സ്മൂത്തി കേക്ക് വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ഞാൻ ഫ്രിഡ്ജിൽ കിങ്ക്ലിംഗ് ഒക്കെ വെച്ചിട്ടാണ് അടച്ചാൽ വെച്ചത്. ഇതെടുത്തു 3 പീസായിട്ട് ഈക്വൽ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് ഗനാഷ് ഉണ്ടാക്കാം. വൈറ്റ് ചോക്ലേറ്റ് ഒരു 1/2 കപ്പ് ഇതുപോലെ കുഞ്ഞിതായിട്ട് കട്ട് ചെയ്ത് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒരു ബൗളിനകത്തേക്ക് ഇടുന്നുണ്ട്. 1/2 കപ്പ് ചോക്ലേറ്റിന് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഞാൻ ചൂടാക്കിയിട്ടാണ് ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. വിപ്പിംഗ് ക്രീം ചൂടായിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ച് ഒരു 2-3 മിനിറ്റ് നമ്മൾ ഇളക്കാതെ വെച്ച് അതിന് ശേഷം നമ്മളിത് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ചോക്ലേറ്റൊക്കെ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വരും. ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട്
വരുന്നുണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമ്മുടെ ബബിൾസൊക്കെ ഒഴുകി പോവാതിരിക്കുകയുള്ളൂ. ഇതിൻ്റെ കൺസിസ്റ്റൻസി നമ്മൾ കറക്റ്റായിട്ട് നോക്കണം. 1 കപ്പ് ചോക്ലേറ്റ് ആണെങ്കിൽ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം, 1/2 കപ്പ് ചോക്ലേറ്റ് ആണെങ്കിൽ 1/4 കപ്പ് വിപ്പിംഗ് ക്രീം. ഈ കറക്റ്റ് അളവിൽ തന്നെ നമ്മളെടുത്ത് ചെയ്യുകയാണെങ്കിൽ ഒട്ടും നമുക്ക് പേടിക്കണ്ട. ഇത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാം. കേക്കിൻ്റെ ബോർഡിനകത്തേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ചതിന് ശേഷം ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മിൽക്ക് ആൻഡ് ബൂസ്റ്റിൻ്റെ മിക്സ്, ഷുഗറും കൂടി ആഡ് ചെയ്തത് ചേർത്ത് നമുക്ക് നന്നായിട്ട് കേക്ക് വെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുറച്ച് ക്രീം ഒരു ലെയറിൽ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മേലെ കുറച്ച് വൈറ്റ് കോമ്പൗണ്ട് ചോക്ലേറ്റിൻ്റെ കനാഷ് നമുക്ക് ഇതിനകത്തേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് ചോപ്പ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നട്ട്സ്, ബദാം, കാഷ്യൂ, കുറച്ച് പീനട്ട്സ്, പിന്നെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഗ്രെയിൻസും കൂടി ആഡ് ചെയ്ത് എത്ര വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനനുസരിച്ച് ടേസ്റ്റും കൂടും. ഇനി നമുക്ക് അടുത്ത ലെയറും ഇതേ പ്രോസസ്സ് തന്നെ ചെയ്യാം. ഫസ്റ്റ് വെറ്റ് ചെയ്യാം, അതിനുശേഷം വിപ്പിംഗ് ക്രീം വരട്ടി ഒരു ലെയറിൽ സെറ്റ് ചെയ്യാം. പിന്നെ കനാഷ് സ്പ്രെഡ് ചെയ്യാം. പിന്നെ നട്ട്സ്, ചോക്ലേറ്റ് ചിപ്സും ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ചിപ്സും കൂടി സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ തേർഡ് ലെയർ വെച്ച് കൊടുക്കാം. തേർഡ് ലെയർ വെച്ചതിന് ശേഷം നമ്മൾ ഇതൊന്ന് സോക്ക് ചെയ്തെടുക്കുക. പിന്നെ ക്രീം പുരട്ടുക. ക്രീം പുരട്ടിയതിന് ശേഷം നമ്മൾ ഐസിങ് ചെയ്യുമ്പോൾ ക്രം കോട്ട് ചെയ്ത് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചെടുത്തതിന് ശേഷം നമ്മൾ ഐസിങ് ചെയ്യുന്നതാണ് നല്ലത്. ഇത് ഫുൾ ഫിനിഷിങ്ങിലൊന്നും വേണ്ട, കാരണം നമ്മൾ നട്ട്സൊക്കെയാണ് ചുറ്റിനും വെച്ച് കൊടുക്കുന്നത്. മേലെ നമ്മൾ ബബിൾസും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ മേലെ ബൂസ്റ്റിൻ്റെ പൗഡറും കൂടി സെറ്റ് ചെയ്ത് കൊടുത്താൽ, കുറച്ച് ഫ്ലോറൽ ഡിസൈനും കൂടി ചെയ്താൽ നമ്മുടെ നട്ടി ബബിൾ കേക്ക് സൂപ്പറായിട്ട് കിട്ടും. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി വേണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.